ഇനി സുഗുവേട്ടൻ്റെ ചായക്കട വരെ പോയാലോ? വയനാട് പാൽ വെളിച്ചത്തെ സുഗുവേട്ടൻ്റെ ചായക്കടയ്ക്ക് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരാധകരുണ്ട്. പാതയോരത്ത് വൈക്കോൽ മേഞ്ഞ ചായപ്പീടിക തേടി നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. വനഗ്രാമമായ വയനാട് ചേകാടി പാൽവെളിച്ചത്തെ സുഗുവേട്ടന്റെ ചായക്കട ഉണർന്നു വരികയാണ്. അല്പസമയം കഴിഞ്ഞാൽ സഞ്ചാരികളായ ആളുകളുടെ തിരക്കായിരിക്കും ഈ കൊച്ചു ചായക്കടയിൽ. വനാതിർത്തിയോട് ചേർന്ന് പുല്ലുമേഞ്ഞ ഈ കൊച്ചു ചായക്കടയിൽ നാടൻ കാപ്പിയും ചായയും കുറച്ച് എണ്ണ പലഹാരങ്ങളും ഉൾപ്പെടെ പരിമിതമായ വിഭവങ്ങൾ മാത്രമാണുള്ളത്. സാധാരണ വിറകടുപ്പിലാണ് ചായക്കുള്ള വെള്ളവും പാലും ഒക്കെ തിളപ്പിക്കുക. കൃത്രിമങ്ങൾ ഇല്ലാത്ത നാടൻ ജീവിത പരിസരമാണ് ഈ കടയിൽ. കാടും നാടും കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് കാടതിർത്തിയിലെ ഈ പുല്ലുമേഞ്ഞ ചായക്കട നല്ലവണ്ണം ബോധിച്ചു. 4 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് സുഗുവേട്ടന്റെ ചായപ്പീടിക ജീവിതത്തിന്. ചായപ്പീടിക തുടങ്ങിയിട്ട് 10-27 വർഷമായി. അതിന് മുമ്പ് ഫോറസ്റ്റിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ അന്ന് ചായക്കട തുടങ്ങിയത്. ഇപ്പോൾ രാവിലെ ചെറിയ ഫുഡിൻ്റെ കടിയൊക്കെ ഉണ്ടാവും. ഉച്ച കഴിഞ്ഞ് എണ്ണക്കടി ഒക്കെ ഉണ്ടാവും. പുറമെ ആൾക്കാർ വരുന്നുണ്ട്. പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഇഷ്ടമായി വരുന്നുണ്ട്. വനാതിർത്തിയിലെ ശാന്തമായ അന്തരീക്ഷവും ഗ്രാമീണ ഭാവവുമാണ് സഞ്ചാരികളെ ഈ ചായക്കടയിലേക്ക് ആകർഷിക്കുന്നത്. കാടിറങ്ങി വന്ന കൊമ്പൻ ഒരു ദിവസം ചായക്കട ഒന്ന് മറിച്ചിടാൻ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു മടങ്ങി. ഇത് മാത്രമാണ് കടയ്ക്ക് നേരെ നടന്ന ഏക വന്യമൃഗാക്രമണം. ഇരുട്ട് വീണാൽ കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് ഈ റോഡും സുഗുവേട്ടന്റെ ചായക്കട പരിസരങ്ങളും. പക്ഷേ രാവിലെ എല്ലാം ശാന്തം. കാപ്പിയും ചായയും വിഭവങ്ങളും ഒരുക്കി റേഡിയോ തുറന്ന് സുഗുവേട്ടൻ ഈ വനാതിർത്തിയിൽ സഞ്ചാരികൾക്കായി കാത്തിരിക്കും. ന്യൂസ് മലയാളം, വയനാട്.